പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്ന സംഭവങ്ങൾ ലോകതലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം നേരത്തെ തന്നെ വഷളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും കശ്മീർ പ്രശ്നം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ കൈയടക്കി വെച്ചതാണ്. പാകിസ്ഥാൻ അതിനെ ആസാദ് കാശ്മീർ എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ഞങ്ങളല്ല ഭരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം അവിടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഉണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും പാകിസ്ഥാനിലെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയാണ് ശരിക്കും പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, പാക് അധിനിവേശ കാശ്മീർ ഭരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ അതിശക്തമായ പ്രക്ഷോഭമാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ, പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാനെതിരായിട്ട് നടക്കുന്നത് എന്നുള്ളതാണ്. അത് ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും UK മറ്റു പല രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ പ്രക്ഷോഭകാരികൾക്ക് അനുകൂലമായ രീതിയിലുള്ള പ്രകടനങ്ങൾ നടന്നു എന്ന് തന്നെയാണ് ആഗോളതലത്തിലുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലും വളരെ ക്രൂഷ്യലായിട്ട് നയപരമായ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു അവസരത്തിലേക്ക് POK പ്രശ്നം കടന്നു വന്നിരിക്കുകയാണ്. കാരണം അവിടുത്തെ സമരക്കാർ ഇന്ത്യയുടെ സഹായം പരസ്യമായിട്ട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് തങ്ങളെ പാകിസ്ഥാൻ വഞ്ചിക്കുകയായിരുന്നു. കാരണം കാശ്മീരിലേക്ക് ഏറ്റവും അധികം തീവ്രവാദികളെ കടത്തിവിടുന്നത് ആരാണ്? അത് പാകിസ്ഥാനിലെ ഭരണകൂടമാണ്. തങ്ങൾക്ക് ആയുധം തന്നത് ആരാണ്? പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ആളുകൾക്ക് ആയുധം തന്നത് ആരാണ്? അത് പാകിസ്ഥാൻ സർക്കാരാണ്. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ തീവ്രവാദികളാക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ പ്രക്ഷോഭകരായിട്ടുള്ള ആളുകൾ തന്നെ, ആ ജോയിൻറ്റ് ആക്ഷൻ കമ്മിറ്റി, അവർ പറയുന്നത്. സത്യത്തിൽ പാകിസ്ഥാനിലെ ഭരണകൂടം ഈ ജോയിൻറ്റ് ആക്ഷൻ കമ്മിറ്റിയെ അവരുടെ വില കുറച്ച് കാണുകയാണ്. ഇതുവരെ അങ്ങനെ ഒരു തെറ്റായ നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അവരുടെ പ്രാധാന്യത്തെ അവർ കുറച്ച് കാണുകയായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ശക്തിയെ അളക്കുന്നതിൽ പാകിസ്ഥാനിലെ ഭരണകൂടം പരാജയപ്പെട്ടു എന്ന് തന്നെയാണുള്ളത്. ഇപ്പോൾ അവർ പരസ്യമായിട്ട്, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമേ അല്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയത്ത് അവരെ അടിച്ചമർത്താനാണ് പാകിസ്ഥാനിലെ ഭരണകൂടം ശ്രമിക്കുന്നത്. അതിൻ്റെ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു, അവിടെ ബ്ലോക്കേഡ് ചെയ്യുകയാണ്. അവർക്ക് ഫുഡും മരുന്നും ഒക്കെ എത്തുന്നത് തടയുകയാണ് പാകിസ്ഥാനിലെ ഭരണകൂടം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് വലിയ ജനകീയമായ പ്രക്ഷോഭമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കുറച്ച് കാണുകയാണ് നേരത്തെ, അല്ലെങ്കിൽ ഇതിൻ്റെ വില കുറച്ച് കാണുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്ത്. പക്ഷേ ഇപ്പോൾ അവർക്കത് കാര്യങ്ങളൊക്കെ വളരെയധികം ബോധ്യപ്പെട്ടിരിക്കുന്നു. നേരെ മറിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ളതാണ് ആരുടെ ആവശ്യം? ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ആളുകളുടെ ആവശ്യം. നേരത്തെ പല രീതിയിലുള്ള സമരങ്ങൾ പാകിസ്ഥാനെതിരെ നടന്നിട്ടുണ്ട്. ബലൂചിസ്ഥാനിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പാക് ഭരണകൂടത്തിനെതിരായിട്ട് സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ വലിയ ജനകീയമായ ഏതാണ്ട് 80,000-ഓളം ആളുകളാണ് ഒരു പ്രതിഷേധ യോഗത്തിലൊക്കെ പങ്കെടുത്തത്. അത്രയും വലിയൊരു പ്രക്ഷോഭമാണ് നടക്കുന്നത്. ഈ സമയത്ത് ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് വിഷയം. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പൂർണ്ണമായിട്ട്, കാരണം നമ്മുടെ നാട്ടിൽ ഭീകരപ്രവർത്തനത്തെ എല്ലാവിധ സഹായം ചെയ്യുന്നത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനിലെ ഭരണകൂടത്തിനെതിരായിട്ട് അവിടുത്തെ ജനങ്ങൾ തന്നെ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവരെ സഹായിക്കേണ്ട ചുമതല നമുക്കുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കും. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണോ? അല്ലെങ്കിൽ ഒരു തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമല്ലാത്ത എന്ന് നമുക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട്, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട്, തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമല്ല എന്ന് ഉള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നൊരു തീരുമാനമെടുക്കാനും ഇന്ത്യക്ക് കഴിയില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇന്ത്യയിലായിരിക്കും. അപ്പം അതിൻ്റെ പ്രത്യാഘാതങ്ങളും നേരിടാൻ ഇന്ത്യ സർക്കാർ തയ്യാറാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണെന്ന് നിൽക്കുന്നത്. കാരണം എന്നും നമ്മൾ പറഞ്ഞത് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. അത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരാണ് പറഞ്ഞത്, ആസാദ് കാശ്മീരല്ല. ഇന്ത്യയുടെ ഭാഗമാണ്. അത് പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അപ്പം ഈ ഒരു സുവർണ അവസരം, അതായത് പാകിസ്ഥാനിലെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് അങ്ങനെ സഹായിക്കുമോ? അതോ ഇന്ത്യ ഗവൺമെൻറ് തങ്ങൾ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇടപെടാൻ പോകുന്നില്ല, വീണ്ടും ഒരു ആഗോളതലത്തിലൊരു സംഘർഷങ്ങളൊക്കെ വളരാൻ ഇടയാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ സംഘർഷം വളരാൻ ഇടയാവുന്ന രീതിയിലേക്ക്, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വളരാൻ ഇടയാവുന്ന രീതിയിലേക്ക്, കുഴപ്പങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങളോട് കൈമലർത്തുകയാണോ ചെയ്യുക എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. എന്ത് നിലപാടാണ് ഇന്ത്യയുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ എടുക്കുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ പ്രക്ഷോഭത്തിൻ്റെ ഗതി എങ്ങനെയാണ് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുക.